ഹലോ, ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു അച്ചാറിട്ടാലോ. ഒരു 1/4 കിലോ പോലെ ബീഫുണ്ട്. അതിനകത്തോട്ട് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ട് ഇളക്കി ഒരു 2-3 മണിക്കൂർ മാറ്റി വയ്ക്കുക. അതിന് ശേഷം നമുക്കൊരു കുക്കറിനകത്തോട്ടിട്ട് 5-6 വിസിലടിച്ച് വേവിച്ചെടുക്കുക. അതെല്ലാം തണുത്തതിന് ശേഷം അതിനകത്തെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് നമുക്കത് എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ടേസ്റ്റ്. ഞാനിപ്പം സൺഫ്ലവർ ഓയിലാണ് ഇത് വറുത്ത് കോരുന്നത്. ഇനി നമുക്ക് ഒരു ബ്ലാക്ക് കളർ ആകുന്നിടം വരെ നന്നായിട്ട് വറുക്കാം. എനിക്ക് ഏകദേശം ഒരു 10 മിനിറ്റോളം വേണ്ടി വന്നു ഇത് വറുത്ത് കോരാനായിട്ട്. തീ കൂട്ടിയും കുറച്ചുമൊക്കെ വെച്ച്, ഒരേ തീയിലല്ല, കൂട്ടിയും കുറച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ച് വന്നപ്പോഴത്തേന് 10 മിനിറ്റായി. ഞാനിപ്പം അതേ സെയിം പാനിനകത്തോട്ട് തന്നെ ആ വറുത്ത എണ്ണയെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ഒരു 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു. അത് ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേനും ഒരു 3 കുടം വെളുത്തുള്ളി പൊളിച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് 2 ഇഞ്ച് നീളത്തിലുള്ള അല്പം ഇഞ്ചി അരിഞ്ഞതും കൂടി ഇടാം. ഒരു 6 പച്ചമുളകും കൂടി ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം തന്നെ ഗോൾഡൻ കളറായി ആ സമയമാകുമ്പോഴത്തേ നമുക്ക് അതിനകത്തോട്ട് പൊടികൾ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, മുളക് പൊടി. മുളക് പൊടി ഇട്ട് കഴിഞ്ഞപ്പം ഞാനത് മാറ്റി വെച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഇച്ചിരി തണുത്തതിന് ശേഷം വീണ്ടും വെച്ച് ഏകദേശം 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കൊരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ബീഫ് ഇട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇതിനകത്ത് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കത്തില്ല. അപ്പം വീണ്ടും ഇത് കട്ടിയായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചൊരു അരപ്പാത്രം വിനീഗറും കൂടെ ഒഴിച്ചു. വീണ്ടും നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിടാം, കായപ്പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഉപ്പ് നോക്കാം, ആവശ്യമെങ്കിൽ ഉപ്പിടാം. വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ചാറിന് ഞാൻ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്ത് ചാറ് കൂട്ടിയെടുത്തത്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേന് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് വാങ്ങി വയ്ക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് അച്ചാർ തയ്യാറായി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. ഓക്കേ, ബൈ.